ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് ജനുവരി 2026 മാസഫലം കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ജനുവരി മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ കർക്കിടകക്കുറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ജനുവരി മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ഇപ്പോൾ സൂര്യൻ ജനുവരി 14 6 നിന്നും 7 മാറുന്നു. ചൊവ്വ ജനുവരി 16 6 നിന്നും 7 ഉച്ചരാശിയിലേക്ക് മാറുന്നു. ബുധൻ ജനുവരി 17 6 നിന്നും 7 മാറുന്നു. ശുക്രൻ ജനുവരി 13 6 നിന്നും 7 മാറുന്നു. ഗുരു 12 വക്രത്തിൽ സഞ്ചരിക്കുന്നു. ശനി 9 സ്ഥിതി തുടരുന്നു. രാഹു അഷ്ടമത്തിലും കേതു 2 സ്ഥിതി തുടരുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് ജനുവരി മാസം എടുക്കുമ്പോൾ ജനുവരി മാസത്തിൽ ശുക്രൻ, അതുപോലെ സൂര്യൻ, ചൊവ്വ, ബുധൻ, ഈ 4 ഗ്രഹങ്ങളും 6 നിന്നും 7 മാറുന്ന ഒരവസ്ഥയാണ്. അതാണ് ജനുവരി മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ഇപ്പോൾ 2 കേതു ഉണ്ട്, 6 സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ ആദ്യ പകുതിയുണ്ട്. അതുപോലെ 8 രാഹു ഉണ്ട്. 12 6 ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. പൊതുവേ നമുക്ക് ആരോഗ്യസ്ഥിതിയിൽ ആദ്യ പകുതി വലിയ പ്രശ്നമില്ല. എങ്കിലും അവസാനത്തെ പകുതി സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ ഇവയൊക്കെ 7 മാറി ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കുജൻ ഉച്ചരാശിയിൽ നിന്നാണ് ദൃഷ്ടി ചെയ്യണത്. അപ്പോൾ മൈനറായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഇവർക്കുണ്ടാകാം. അത് ബോഡിയിൽ ചിലപ്പോൾ ഒരു ചൂട് കൂടുന്നതിനോ, ഇപ്പോൾ ചിലർക്ക് ഫീവർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ചൂട്, കുരു, അതുപോലെ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി ജന്മരാശിയിലൊക്കെ വരുമ്പോൾ അല്പം റാഷായിട്ടൊക്കെ ചിലപ്പോൾ ബിഹേവ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ അഷ്ടമത്തിൽ രാഹു ഉണ്ട്. അപ്പോൾ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഇപ്പം ചിലർക്ക് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഒരു ഡിസോർഡർ ചിലപ്പോൾ ചിലർക്കുണ്ടായെന്ന് വരാം. അപ്പം കഴിവതും ആഹാരത്തിൽ ശ്രദ്ധിക്കണം. കാരണം 2 കേതു ഉള്ള സമയമാണ്, 2 ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇനി തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10 ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ എന്ന് പറയുന്നത് യോഗകാരകനാണ്. ആ ചൊവ്വ 6 നിൽക്കുകയാണ് ആദ്യ പകുതി. അതായത് 10 ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. രവിയും ബുധനും ശുക്രനും ഒക്കെ 6 അതുപോലെ 6 ഭാവാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു 12 നിൽക്കുകയാണ്. അപ്പോൾ അത് 6 ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിലിലൊക്കെ പൊതുവെ ഒരു നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്ന സമയം എന്ന് പറയാം. അതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തനത്തിലൊക്കെ പൊതുവെ ഫോക്കസ് കൂടും. തൊഴിൽ തലത്തിൽ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നുള്ള ഒരു സഹകരണക്കുറവ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവർ മുഖാന്തരം തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുക. അവർ മുഖാന്തരം തൊഴിലിടത്ത് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ മാസത്തിൻ്റെ അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ ഈ 10 ഭാവാധിപനായിട്ടുള്ള ചൊവ്വ
7ലേക്ക് ഉച്ചസ്ഥിതിയിലേക്ക് രാശി മാറുകയാണ്. അത് 10ാം ഭാവത്തിൻ്റെ 10ാം ഭാവം എന്ന് നമുക്ക് മനസ്സിലാക്കുക. എന്ന് പറയുമ്പോൾ അവിടെ രവിയും ബുധനും ശുക്രനും ഒക്കെ വരുന്നുണ്ട്. അത് പൊതുവെ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ തൊഴിലിൽ മുന്നേറ്റത്തിന് സഹായകമാകും. ഇപ്പോൾ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട്. തൊഴിലിടത്ത് ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ തൊഴിൽ അന്വേഷകർക്ക് പൊതുവേ നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ അവർക്ക് നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ കഴിയും. ഇപ്പോൾ ടെസ്റ്റിലും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ല അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അവർക്ക് തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ഇപ്പോൾ പൊതുവേ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനുള്ള ശനി, ആ ശനി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ആദ്യ പകുതിയേക്കാൾ അവസാനത്തെ പകുതി ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. രവിയും കുജനും ബുധനും ശുക്രനും ഒക്കെ തന്നെ അവസാനത്തെ പകുതി 7ലേക്ക് വരുന്നുണ്ട്. അത് ബിസിനസ്സിൽ നമുക്ക് പുരോഗതി സാധ്യമാക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ കരാറുകളിലൊക്കെ ചിലപ്പോൾ ഒപ്പുവയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൽ പുതിയ പങ്കാളിയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. അതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കഴിവതും അവസാനത്തെ പകുതി മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വിദ്യാർത്ഥികൾ, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു 12 വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ ആദ്യ പകുതി പഠനത്തിൽ ശ്രദ്ധ കൂട്ടണം, കൂടുതൽ ഫോക്കസ് ചെയ്യണം, കഴിവതും ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം. ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തി അവരുടെ വിഷയങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്ത് പഠിക്കുന്നതിനൊക്കെ ഒരു ശ്രമം വേണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജ്ജസ്വലത ഉണ്ടാവും, കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൂടും. അവസാനത്തെ പകുതിയൊക്കെ 5ാം ഭാവാധിപനായുള്ള ചൊവ്വ ഉച്ചരാശിയിലേക്കൊക്കെ വരുന്നുണ്ട്. ബുധനും സൂര്യനും കുജനും ഒക്കെ തന്നെ 7ലേക്ക് വരുന്നുണ്ട്. ജന്മരാശിയിലെ ഈ ഗ്രഹങ്ങളെല്ലാം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠനത്തിൽ നമുക്ക് ഫോക്കസ് കൂടുന്നതിന് സഹായകമാകും. ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രിപ്പറേഷനിലൊക്കെ അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ 9ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഈ ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ആ പഠനം മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ചിന്ത, അതുപോലെ സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ഉള്ള അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഒക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ ധനസ്ഥാനത്ത് കേതു, അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആദ്യ പകുതി 6ലാണ്. അതുപോലെ 2ാം ഭാവാധിപൻ സൂര്യനും ആദ്യ പകുതി 6ലാണ്. അപ്പോൾ ആദ്യ പകുതി നമുക്ക് ധനപരമായിട്ട് അല്പം ശ്രദ്ധ വേണം. ധനവരവിൽ ചിലപ്പോൾ കുറവുണ്ടാകും, ചെലവ് കൂടാനിടയുണ്ട്, സമ്പാദ്യം കുറയുന്നതിനും സാധ്യതയുണ്ട്. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും. കാരണം 11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 7ൽ വരുന്നു. അത് 11ാം ഭാവാധിപൻ്റെ ഭാഗ്യസ്ഥാനമാണ്. അതുപോലെ തന്നെ അത് ധനവരവ് കൂട്ടുന്നതിന് സഹായകമാകും. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ, അതുപോലെ സഹകരണ സംരംഭങ്ങൾ, ഇവ വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. ചിലർക്ക് ഇൻഹെറിറ്റൻസ് വഴിയോ ജോയിൻ്റ് അസറ്റുകൾ പുനർവിന്യാസം നടത്തുക വഴിയൊക്കെ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കഴിയുന്ന സമയമാണ്. എങ്കിലും ധനകാരകനായിട്ടുള്ള ഗുരു 2 വക്രത്തിലായതുകൊണ്ട് നമുക്ക് ധനകാരകനായിട്ടുള്ള ഗുരു 12 വക്രത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ധനവ്യയത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കും. അപ്പോൾ ഗുരു വക്രത്തിലാകുന്നത് പൊതുവെ നമുക്ക് അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനും ആവശ്യത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവിനൊക്കെ അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശനി 9ലാണ് എങ്കിലും ആദ്യ പകുതി വിവാഹ ആലോചനകൾ സ്മൂത്ത് ആകണമെന്നില്ല. അവസാനത്തെ പകുതി ആലോചനകൾക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ
5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, അതുപോലെ ശുക്രനുമായിട്ടൊക്കെ 7 യോഗം വരുന്നുണ്ട്. അതൊക്കെ പ്രണയബന്ധം, അങ്ങനെ പ്രണയ ചിന്തകൾ, അല്ലെങ്കിൽ കമിതാക്കൾക്ക് ചിലപ്പോൾ അവരുടെ ആ പ്രണയബന്ധം വിവാഹത്തിലൊക്കെ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു. എങ്കിലും കുജനും സൂര്യനും ശുക്രനും തമ്മിലുള്ള ബന്ധം അത് 6-ലും 7-ലും ഒക്കെ വരുന്നത് കൊണ്ട് ദമ്പതിമാർക്കിടയിൽ അവരുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വാഗ്വാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ 2-ലൊക്കെ കേതുവുള്ള സമയമാണ്. 4-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആദ്യ പകുതി 6-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കുജനും സൂര്യനും ബുധനും ഒക്കെ തന്നെ ആദ്യ പകുതി 6-ലാണ്. അത് കുടുംബത്തിൽ ഇപ്പം ചിലപ്പോൾ ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഒരു ടെൻഷൻ, കുടുംബത്തിൽ ടെൻഷൻ അല്ലെങ്കിൽ സമാധാനക്കുറവുണ്ടാക്കാം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കഴിവതും നമ്മൾ ഈ ജനുവരി ആദ്യ പകുതിയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചർച്ച ചെയ്തെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തെ പകുതി ശുക്രൻ 4-ാം ഭാവാധിപൻ 4-ന്റെ 4-ലേക്ക് മാറുന്നുണ്ട്. അത് പൊതുവെ നമുക്ക് കുടുംബ പ്രശ്നങ്ങൾ കുറയുന്നതിന് വഴിതെളിക്കും. എങ്കിലും രവിയും അതുപോലെ ചൊവ്വയൊക്കെ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിവതും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജനുവരി 2, 3, 16, 17, 18, 21, 22 ഈ തീയതികൾ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അപ്പോൾ കഴിവതും നമ്മൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാനും ശ്രദ്ധിക്കുക. സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് ജനുവരി മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഒരു പൊതുഫലമാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. കാരണം ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതിയുടെ സ്വഭാവം, അതുപോലെ ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശാപകാരം, ഛിദ്രം, അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ, ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കർക്കിടകക്കൂറിലും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. ഇപ്പോൾ കർക്കിടകക്കൂറിൽ പെടുന്ന എല്ലാവരും കർക്കിടക ലഗ്നക്കാരല്ല എന്ന് മനസ്സിലാക്കുക. ചിലർ കർക്കിടക ലഗ്നക്കാരാകാം, മറ്റുള്ളവരെല്ലാം മറ്റ് ലഗ്നരാശികളിൽ പെടുന്നവരാകാം. അപ്പോൾ കർക്കിടകക്കൂറിൽ പെടുന്ന കർക്കിടക ലഗ്നക്കാരല്ലാത്ത മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ളവർ, ആ ലഗ്നരാശി അവരുടെ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ പൊതുവേ നമ്മൾ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നവർ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കൂറിൻ്റെ ഫലം ഒരു സ്ഥൂലമായ ഫലം എന്ന് പറയാം, പക്ഷേ ലഗ്നത്തിൻ്റെ ഫലം കൂടുതൽ സൂക്ഷ്മതയുള്ള കൃത്യതയുള്ള ഫലമായിരിക്കും. അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.